ഏതായാലും സഭ നമുക്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ തന്നെ ആദ്യം നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ ഒരു ഇടിവ് നമ്മൾ നോക്കുമ്പോൾ തുടക്ക സമയത്തിലൊരു നേരിയ ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ട് എടുക്കുകയും പിന്നീട് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലോട്ട് പോവുകയും എന്നാൽ ആ മാർക്കറ്റ് എൻഡ് ആവുന്ന സമയത്ത് കൃത്യമായൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തത്. 25,593 എന്നൊരു നിലയിൽ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് 25,679 എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ഇൻട്രാഡേ ഹൈ രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 50യിൽ ഇപ്പോൾ ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ പറയുന്ന ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പാനിക് സെൽ ഓഫ് ആയിരുന്നു ലാസ്റ്റ് ഡേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് 2 days ആയിട്ട് നിഫ്റ്റിയിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് കൂടാതെ 25,714 എന്ന ഇമ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഡൗൺ ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ലെവൽ റിക്കവർ ചെയ്യാത്തടത്തോളം നിഫ്റ്റിയിൽ വീണ്ടും ഒരു കറക്ഷൻ പോസിബിലിറ്റീസ് ആണ്. കൂടാതെ ലോവർ ലെവലിൽ നമുക്കറിയാം 25,000 എന്നതാണ് ഒരു ഹൈ ഡിമാൻഡ് സോണായി നിഫ്റ്റിയിൽ ആക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു കറക്ഷനിൽ പോവുകയാണെങ്കിൽ ഒരു വേഴ്സ്റ്റ് കേസ് സെനാരിയോ നടക്കുകയാണെങ്കിൽ പോലും 25,000 എന്നതൊരു സ്ട്രോങ് ഡിമാൻഡ് സോണായി നിഫ്റ്റിയിൽ ആക്ട് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. കറൻ്റ്ലി ടെക്നിക്കലി നിഫ്റ്റി വീക്ക് സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. നിഫ്റ്റിയിൽ ഇനി ഒരു 2 ഹഡിൽസ് ആണ് ഫേസ് ചെയ്യുന്നത്. 25,714 അതുപോലെ റീസെൻറ്റ് ഹൈ ആയ 26,104 ഈ ഒരു 2 ലെവൽസ് മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. കറൻ്റ്ലി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്.